ഇത് കൊടുക്കുമ്പോഴേ ഈ കോള് വന്നാലും എടുത്തില്ലെങ്കിലും കോള് വന്നാൽ ഫ്ലൈറ്റ് മോഡിലാക്കണം. ലെവൽ അല്ല എൻ്റെ തന്നെ വേറെ ഫോണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അപ്പോൾ ഫ്ലൈറ്റ് മോഡ് ആക്കി കൊടുത്താൽ മതി അല്ലേ? വേറെ കുഴപ്പമില്ല. വേറൊരു ഫോണിൽ നിന്ന് ഇട്ടെടുക്കണം. വേറൊരു ഫോണിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഫോണിലാണ് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ നമസ്കാരം. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ മൂലമാണ് കട്ടായത്. അറിയാമല്ലോ, ഒരു സ്മാർട്ട് ഫോണും നെറ്റും പിന്നെ നിങ്ങളും എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ അവതരിപ്പിക്കുന്ന പരിപാടികളെല്ലാം. അതുകൊണ്ട് തന്നെ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് സംഭവിച്ചതാണ്. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സഹപ്രവർത്തകരായി അന്തരിച്ച് ഈ കഴിഞ്ഞ വാരത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കലാകാരന്മാരെ കുറിച്ചുള്ള അനുസ്മരണമാണ്. പാലാത്തങ്കം, അതുപോലെ സണ്ണി ഗീതാഞ്ജലി, ചിറയിൻകീഴ് ബാബു, ത്രിവേണി ബാബു എന്നറിയപ്പെടുന്ന സീരിയൽ രംഗത്തെ പ്രശസ്തനായിരുന്ന വ്യക്തി. അദ്ദേഹം നാടകങ്ങളിലൂടെയാണ് ഈ രംഗത്ത് കടന്നു വന്നത്. അദ്ദേഹത്തിനും ഞങ്ങൾ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നും കഴിഞ്ഞ ദിവസവുമായി 2 അപകടങ്ങൾ സംഭവിച്ചു. അപകടത്തിൽ 2 കലാകാരന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞു. ഒന്ന് പാലത്തറ പ്രദീപ് എന്ന കവിയും ഗാനരചയിതാവുമായ വ്യക്തിത്വം. അതുപോലെ ഇന്ന് ചേർത്തല തങ്കിക്കവലയ്ക്ക് സമീപം ആക്സിഡൻറ്റിൽ മരിച്ച ഡ്രം വിദഗ്ധനായ നവീൻ എന്ന ചെറുപ്പക്കാരൻ. ഈ എല്ലാ കലാകാരന്മാർക്കും നടനസഭയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. അടുത്തത് ഞങ്ങൾ അംഗീകാരങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. ഇത് ലൈവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ. അതുപോലെ ഇനി അംഗീകാരങ്ങൾ കിട്ടിയവരെക്കുറിച്ച് ആണ് പറയാനുള്ളത്. അത് ഒന്ന്, ഫോക്ലോർ അവാർഡ് നേടിയ പരപ്പിൽ കറുമ്പൻ. കഴിഞ്ഞ വാർത്തയിൽ ഞങ്ങൾ അലക്സ് താളൂപ്പാടത്തിൻ്റെ ചവിട്ടുനാടകത്തിൻ്റെ അവതരിപ്പിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഈ പരപ്പിൽ കറുമ്പൻ്റെ വിവരം നമുക്ക് ലഭിച്ചില്ലായിരുന്നു. കാരണം നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പറയുന്നത്. എന്തെങ്കിലും അപാകത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് ലഭിച്ചത് ശ്രീ വക്കം ഷക്കീർ, മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ രംഗകലയുടെ അല്ലെങ്കിൽ രംഗശില്പകലയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിസ്റ്റ് കേശവൻ മാസ്റ്ററുടെ നാമധേയത്തിലുള്ള ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷൻ പുരസ്കാരം ശ്രീ വക്കം ഷക്കീറിനാണ് ലഭിച്ചത്. അദ്ദേഹത്തെയും നടനസഭയ്ക്ക് വേണ്ടി, ഇരുവരെയും നടനസഭയ്ക്ക് വേണ്ടി അനുമോദിക്കുകയാണ്. ഇനി നടനസഭയുടെ ഈ ഞങ്ങളുടെ ന്യൂസ് ഓഫ് തിയേറ്ററിലെ ചില നാടക വാർത്തകൾ. നമ്മൾ നാടക രംഗം ക്രമേണ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ സംസ്കൃതിയുടെ ക്യാമ്പിൽ നിന്ന് ലൈവ് നൽകിയിരുന്നു. അത് നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ഒരു നല്ല നാടക അനുഭവമായി മാറിയെന്ന് ഒത്തിരി പേർ ഞങ്ങളെ വിളിച്ച് അനുമോദിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഈ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ പ്രചോദനം. ഇക്കുറി പുതുതായി നാടകം അവതരിപ്പിക്കുവാനായി റിഹേഴ്സൽ തുടങ്ങിയിട്ടുള്ള മറ്റ് സമിതികളിലൊന്നാണ് വൈക്കം മാളവിക മഞ്ഞു പെയ്യുന്ന മനസ്സ് എന്ന നാടകം അവർ വീണ്ടും അവതരിപ്പിച്ച് തുടങ്ങുകയാണ്. അതിൻ്റെ വിവരം അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ സുപ്രീം കോർട്ട്
കൊല്ലം അനശ്വരയുടെ സുപ്രീം കോർട്ടും അരങ്ങത്ത് അവതരിപ്പിച്ച് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അമച്വർ വേദിയിൽ നിന്ന് ഒരു നല്ല വാർത്ത ലഭിച്ചിട്ടുണ്ട്. ആലുവ പ്രഭ തിയേറ്റേഴ്സിൻ്റെ ബാനറിൽ ഒരു ഒറ്റയാൾ നാടകം ചൊവ്വര ബഷീറാണ് അവതരിപ്പിക്കുന്നത്. ചൊവ്വര ബഷീർ അവതരിപ്പിക്കുന്ന ഒറ്റയാൾ നാടകം 2 നാടകങ്ങളുണ്ട്. ഒന്ന് കാവൽക്കാരൻ, ഒന്ന് ജന്മദിനം എന്നീ 2 നാടകങ്ങൾ ശ്രീ ചൊവ്വര ബഷീർ ഒറ്റയാൾ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന ഒരു അമച്വർ തിയേറ്ററിൽ നടക്കുന്ന ഒരു ശക്തമായ ഒരു പരീക്ഷണം, കേരള ചരിത്രത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ സമൂഹ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സാധുജന പാലകൻ എന്നൊരു നാടകം അണിഞ്ഞൊരുക്കുവാൻ പോവുകയാണ്. ഇത് തിരുവനന്തപുരം നാവായിക്കുളമാണ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാപ്പിയൻസ് ഗ്രൂപ്പ് ഓഫ് തിയേറ്റർ ആർട്സ് ആൻഡ് ഐഡിയാസ് എന്ന സംഘടനയാണ് ഈ നാടകം സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ സാംകുട്ടി പട്ടഗരിയുടെ രചനയിൽ റിജു ശിവദാസ് സംവിധാനം ചെയ്ത് 39 ഓളം കഥാപാത്രങ്ങൾ ഉള്ള ഓപ്പൺ തിയേറ്ററിൻ്റെ സാധ്യതകളെ പരീക്ഷിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ പിൻബലവും പ്രേരണാശക്തിയുമുള്ള ഒരു നാടക പ്രവർത്തനമാണ് ഈ സാപ്പിയൻസിൻ്റെ സാധുജന പാലകൻ. അത്തരത്തിലുള്ള നല്ല നാടക മൂവ്മെൻറ്റുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നുവെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, മാനവീയം കലാ സാംസ്കാരിക വേദി ചാരിറ്റബിൾ സൊസൈറ്റി പാണാവളി അവർ നാടകരാവ് 2021 എന്ന പേരിൽ നാടകരാവ് സംഘടിപ്പിക്കുകയാണ്. ഫെബ്രുവരി 12, 13, 14 തീയതികളിലാണ് നാടകാവതരണം. പ്രൊഫഷണൽ രംഗത്തെ പ്രശസ്തമായ നാടകങ്ങൾ ഇവരുടെ അവതരണത്തിലുണ്ടാകും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് 200 പേർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നാടകം കാണാൻ താല്പര്യമുള്ള ഈ പ്രദേശത്തുള്ള പ്രേക്ഷകർ നേരത്തെ കൂട്ടി ഇതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ റിസർവേഷൻ ഉറപ്പുവരുത്തുകയാണ് വേണ്ടതാണ്. ഇനി ഒരു പ്രധാന ഒരു കാര്യം, ഒരു വാർത്ത തന്നിട്ടുള്ളത്, കഴിഞ്ഞ ഞങ്ങളുടെ ന്യൂസിൽ പറഞ്ഞിരുന്നു, മീനമ്പലം സന്തോഷിൻ്റെ ഒരു ഗ്രന്ഥരചനയെക്കുറിച്ച് ഒരു വാർത്ത അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ നാടകാനുഭവങ്ങൾ എഴുതി തുടങ്ങുകയാണ്. ക്ഷമിക്കണം, നാടകാനുഭവങ്ങൾ ആണ് എഴുതി തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അതിൻ്റെ പാറ്റേണും രൂപവും ഘടനയും ഒക്കെ ആകെ മാറിയിരിക്കുന്നു. അതായത് കേരളത്തിൽ ഇതുവരെ ഉണ്ടായ എല്ലാ പ്രൊഫഷണൽ നാടക സമിതികളെയും നാടകങ്ങളെയും നാടകത്തിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ ഒരു ഗ്രന്ഥമായി അതിനെ പരിവർത്തിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം. അതിനുവേണ്ടി അതായത് കേരളത്തിൽ മാത്രമല്ല മലയാളി സഞ്ചരിച്ചിടത്തൊക്കെ നാടകം പോയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടിൽ, സിംഗപ്പൂർ, മറ്റ് ഒത്തിരി രാജ്യങ്ങളിൽ മലയാളി പോയിടത്തെല്ലാം നാടകവും സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ഫൈനാൻസ് സൊസൈറ്റികൾ, കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നതും നിലവിലുണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ എല്ലാ സമിതികളെയും നാടകകൃത്തുക്കളെയും നാടക സംവിധായകരെയും കുറിച്ചുള്ള ഒരു ബൃഹത്തായ ഗ്രന്ഥമായിട്ട് രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് കൊടുക്കാനുള്ള ഒരു ധാർമ്മികമായ ബാധ്യത നാടകമെന്ന കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് കൊടുക്കുവാൻ കഴിയുന്ന എല്ലാ വിവര ശേഖരണങ്ങളും അദ്ദേഹത്തിന് നേരിട്ട് നൽകാം, ഇല്ലെങ്കിൽ നടനസഭയ്ക്ക് നൽകിയാൽ ഞങ്ങൾ അദ്ദേഹത്തിന് കൈമാറുന്നതായിരിക്കും. കാരണം മലയാള നാടകത്തെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു ലിഖിതമായ രേഖകൾ നമുക്ക് വളരെ അപൂർവമാണ്. നമ്മൾ അത് ഈ ഡോക്യുമെന്റേഷനിൽ നാടകരംഗം വളരെ വളരെ പാപ്പരാണ് എന്ന് തന്നെ പറയാം. നമുക്ക് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട നാടകത്തിൻ്റെ ചരിത്രം വളരെ പരിമിതമാണ്. ആ പരിമിതമായ ആ മേഖലയിലേക്ക് ഒരു ചെറിയ കൈത്തിരിയാകാനുള്ള ഒരു ശ്രമമാണ് ശ്രീ മീനമ്പലം സന്തോഷ് നടത്തുന്നത്. ആ ഉദ്യമത്തിന് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാം. പിന്നുള്ള മറ്റൊരു പ്രധാന വാർത്ത നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും. ഗവൺമെൻറ് നാടകത്തിന് വേണ്ടി, അമച്വർ നാടകത്തിനും പ്രൊഫഷണൽ നാടകത്തിനും വേണ്ടി 5 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൻ്റെ ശരികളെയും തെറ്റുകളെയും ആക്ഷേപങ്ങളും പലതും പലതരത്തിൽ പല പ്രകാരത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ നാടകരംഗത്തെ നമ്മുടെ ഗവൺമെൻറ് അവരുടെ ബഡ്ജറ്റിലേക്ക് ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് ഒരു സന്തോഷകരമായ വാർത്തയാണ്. ആ വാർത്തയും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും
ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് രമണൻ നൽകിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിനായി അന്തർദേശീയ നിലവാരമുള്ള ബ്ലാക്ക് ബോക്സ് തിയേറ്റർ നിർമ്മിക്കുന്നതിന് 8 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയ സർക്കാരിന് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശ്രീജിത്ത് രമണൻ സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് വേണ്ടി നൽകിയ ഒരു അഭിനന്ദന കുറിപ്പും ഇതോടൊപ്പമുണ്ട്. അതും ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. പ്രധാനമായ നാടക വാർത്തകൾ ഈ വാരം ഇത്രയൊക്കെ തന്നെയാണ്. ഇതിനേക്കാൾ കൂടുതൽ വാർത്തകളുണ്ട്, പക്ഷേ ഔദ്യോഗികമായിട്ട് നമുക്ക് നൽകാതെ നമുക്കത് പറയാനാകില്ല. അതുകൊണ്ട് കഴിയുന്നത്ര വാർത്തകൾ നമുക്ക് നൽകിയാൽ മാത്രമേ നമുക്കത് മറ്റുള്ളവരുമായിട്ട്, നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മുടെ ഇന്നത്തെ പ്രധാന അതിഥി ശ്രീ വക്കം ഷക്കീർ സാറിനെ ക്ഷണിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിക്കുകയല്ല, നമ്മുടെ നന്മസഭയുടെ ന്യൂസ് ഓഫ് തിയേറ്റർ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഫ്ലോറിലേക്ക് ഞാൻ അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. നടനസഭയുടെ പ്രേക്ഷകരുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്, നടനസഭയുടെ പ്ലാറ്റ്ഫോമിൽ. വളരെ സന്തോഷം. ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രധാനമായി വേദി ഒരുങ്ങിയത് കേശവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ പുരസ്കാര ലബ്ധി ഇല്ലെങ്കിൽ പോലും ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെടാൻ അർഹനായ ആൾ തന്നെയാണ് താങ്കൾ. എങ്കിലും ഈ പുതിയ ഇപ്പോൾ ലഭിച്ച ഈ അംഗീകാരം, ഒരു അരനൂറ്റാണ്ടിൻ്റെ നാടക പ്രവർത്തന പാരമ്പര്യമുള്ള അങ്ങേക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ആ പുരസ്കാരങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ? ഈ 50 വർഷം ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ ലഭിച്ചിട്ടുണ്ടാകും, എങ്കിലും പ്രധാനമായി ഓർത്തു വയ്ക്കാൻ പറ്റുന്ന പുരസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന്? 5 നാടകങ്ങളുടെ സംവിധാനത്തിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. 5 നാടകങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ. അത് PRD നടത്തിയപ്പോഴും, അതായത് പബ്ലിക് റിലേഷൻസ് വകുപ്പ് നടത്തിയപ്പോഴും, പിന്നെ കേരള സംഗീത നാടക അക്കാദമി നടത്തിയപ്പോഴും, ഇങ്ങനെ 5 നാടകങ്ങളുടെ പുരസ്കാരങ്ങളാണ് സംവിധാനത്തിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ അക്കാദമി പുരസ്കാരം, അത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. 1990-ൽ സഫ്ദർ ഹാഷ്മിയുടെ ജീവിതരേഖ നാടകമാക്കിയപ്പോൾ അതിന് കിട്ടിയതാണ് അക്കാദമി പുരസ്കാരം. അതും നാടക സംവിധാനത്തിൽ തന്നെയാണ്. ഈ ഹാഷ്മിയുടെ ജീവിതരേഖ നാടകമാക്കുക എന്ന് പറഞ്ഞാൽ 1989-ലാണ് ഹാഷ്മി കൊല്ലപ്പെടുന്നത്. ജനുവരി 1-ാം തീയതി ഗുണ്ടകൾ ആക്രമിക്കുക, അതായത് നാടകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, UP-യിലെ ഗാസിയാബാദിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ഹോസ്പിറ്റലിലായി. പിറ്റേന്ന് രാവിലെ അദ്ദേഹം മരിക്കുന്നു. ആ മരണമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ തെരുവ് നാടക പ്രസ്ഥാനത്തിന് ബീജാവാപം നടത്തിയ ആളാണ് സഫ്ദർ ഹാഷ്മി. ആ ഹാഷ്മിയുടെ നാടക പ്രവർത്തനങ്ങളിൽ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഗോവയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ വാർത്തയാണ് കേൾക്കുന്നത് 1990-ൽ. 89 ജനുവരി 1-ാം തീയതി 2-ാം തീയതി മരണപ്പെടുന്നു. ആ മരണം കഴിഞ്ഞിട്ട്, ശവമടക്കം കഴിഞ്ഞ്, മാലശ്രീ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ നാടകം നടന്ന അതേ സ്ഥലത്ത് അദ്ദേഹം അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞ് ആ നാടകം അഭിനയിച്ച് പൂർത്തിയാക്കുമായിരുന്നു. അത് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു. നാടകത്തിന് ജനങ്ങളിലുള്ള സ്വാധീനം, അല്ലെങ്കിൽ കലാകാരനുള്ള സ്വാധീനം. അവർ കുറച്ച് നാൾ കഴിഞ്ഞ്, ഒരു 4-5 മാസം കഴിഞ്ഞ്, ONVയുടെ ക്ഷണമനുസരിച്ച് കേരളത്തിലേക്ക് വന്നു. കേരളത്തിലേക്ക് വന്ന് പലയിടത്തും സംസാരിച്ചതിന് ശേഷമാണ് ONVയുടെ വീട്ടിലെത്തിയത്. ഞാനും അവിടെ ചെന്ന് എന്നെ ONV പരിചയപ്പെടുത്തി. ഇങ്ങനെ ഇവിടുത്തെ നാടക പ്രവർത്തകനാണ്, പ്രൊഫഷണൽ വേദിയിലാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി. ഞാൻ ചോദിച്ചു, ഹാഷ്മിയുടെ നാടക ജീവിത രേഖ എനിക്ക് നാടകമാക്കാമോ എന്ന് ചോദിച്ചു. അവർ വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും ഞാനത് അഡ്വക്കേറ്റ് മണിലാലുമായി സംസാരിച്ച് അനന്തരാവകാശി എന്ന പേരിൽ 1990-ൽ നാടകമാക്കുകയാണ് ചെയ്തത്. ആ നാടകം ഏറെ പ്രചാരം സിദ്ധിച്ച നാടകമായിരുന്നു. അതിന് അവാർഡ് ലഭിച്ചിരുന്നു. അതിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ അക്കാദമി അവാർഡ്
ആ നാടകത്തിന് ശേഷമായിരുന്നു കിട്ടിയത്. 90-ലാണ് ആ അവാർഡ് കിട്ടുന്നത്. ഈ നാടകത്തെ പരിഗണിച്ചുകൊണ്ടാണ് അക്കാദമി അന്ന് അവാർഡ് തരുന്നത്. അപ്പോൾ അത്തരം അവാർഡുകൾ പിന്നെ ഈ ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ ധാരാളം അവാർഡുകൾ, പിന്നെ രാമു കാര്യാട്ട് അവാർഡ്, DK ചെല്ലപ്പൻ സ്മാരക അവാർഡ്, ഒരു അവാർഡിനെയും കുറച്ച് കാണുന്നില്ല. എല്ലാ അംഗീകാരങ്ങളും തന്നെയാണ്. പക്ഷേ നാടകം നമ്മെ പഠിപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വിഷമകരമായ അവസ്ഥയാണ്. നാടകം പ്രേക്ഷകനെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ കരുതി എൻ്റെ കൗമാരകാലത്തൊക്കെ ഞാൻ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ കരുതിയിരുന്നത് എനിക്ക് അരങ്ങിൽ നിന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പ്രേക്ഷകർ സന്മനസ്സോടെ സ്വീകരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ അഴിമതിക്കെതിരെ നാടകം അവതരിപ്പിച്ചു, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി നാടകം അവതരിപ്പിച്ചു, പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതിനെതിരെ നാടകം അവതരിപ്പിച്ചു, ഈ ആത്മഹത്യക്കെതിരെ നാടകം അവതരിപ്പിച്ചു, മദ്യത്തിൻ്റെ വിപത്തിനെതിരെ നാടകം അവതരിപ്പിച്ചു. ഇതൊന്നും തന്നെ ഭൂരിപക്ഷം സമൂഹത്തിൻ്റെ മുന്നിലും അത് ഏശിയില്ല എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിച്ച ചില കാര്യങ്ങൾ. നമ്മൾ പറയുന്നതൊക്കെ തന്നെ അപ്പടി അനുസരിക്കാനൊന്നും ഈ സമൂഹം തയ്യാറല്ല എന്നാണ് എൻ്റെ വിവക്ഷ. സമൂഹം അങ്ങനെ അപ്പടി അനുസരിക്കില്ല, അത് സമൂഹത്തിന്റെ ഒരു സ്വഭാവമാണല്ലോ. എങ്കിലും സമൂഹത്തിൽ കാതലായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ നാടകത്തിന് കഴിഞ്ഞിട്ടില്ലേ? ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് പക്ഷേ 1-2% മാത്രമാണ് ആ ചലനങ്ങൾ ഏറ്റെടുക്കുന്നവർ. ഈ നാടകത്തിൻ്റെ പിന്നെ വിഷ്വൽസ് ആയിരുന്നാലും ദർശനങ്ങളായിരുന്നാലും ചിന്തകളായിരുന്നാലും ഏറ്റെടുക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. നമ്മുടെ നാടക ചരിത്രം പറയുമ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പാട്ടബാക്കി, ശരശയ്യ, കൂട്ടുകുടുംബം, ഒളിവിലെ ഓർമ്മകൾ തുടങ്ങിയ നാടകങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരാം. പക്ഷേ ഇവയൊക്കെ തന്നെ സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വർത്തമാനകാല സാമൂഹിക സാഹചര്യത്തിൽ ഇതൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് അതായത് ഇപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ നാടക ചരിത്രം പറയുമ്പോൾ ഈ പറഞ്ഞ നാടകങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും പാട്ടുബാക്കിയായാലും അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക്, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പിൽക്കാലത്ത് വന്ന അത്തരത്തിലുള്ള മഹത്തായ നാടകങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നില്ല? തീർച്ചയായും NN പിള്ളയും SL പുരവും KT മുഹമ്മദും തൂപ്പിൽ ഭാസിയും ഈ 4 പേരുണ്ടാക്കിയ ആ ചലനം വർത്തമാനകാല സാമൂഹിക സാഹചര്യത്തിൽ ഇങ്ങനെ ഓളം വിട്ടുകയാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. NN പിള്ള സാറിൻ്റെ ഏത് നാടകത്തെയാണ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക? ഈ ക്രോസ് ബെൽറ്റ് ആയിരുന്നാലും, കാപാലികയായിരുന്നാലും, ദ ഡാം ആയിരുന്നാലും, KT മുഹമ്മദിൻ്റെ നല്ല മനുഷ്യനാകാൻ നോക്ക് നാടകം, SL പുരത്തിൻ്റെ പിന്നെ സൂക്ഷിക്കുക, അല്ല ഇത് കാക്കപ്പൊന്ന് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എത്രയോ മികച്ച നാടകങ്ങളാണ്. ഭാസി സാറിൻ്റെ എത്രയോ നല്ല നാടകങ്ങളാണ്. അവയൊക്കെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് തന്നെയാണ്. പക്ഷേ പുതിയ തലമുറ ഒരുപക്ഷെ അത്തരം നാടകങ്ങൾ കണ്ടിട്ടില്ല, അത്തരം നാടകങ്ങൾ വായിച്ചിട്ടില്ല എന്ന് കരുതാം. അതിനുശേഷം വന്നവരാണ് പിന്നെ കേരളപുരം കലാം, ബേബിക്കുട്ടൻ, ഫ്രാൻസിസ് ടി മാവേലിക്കര, നമ്മുടെ ഹേമന്ത് കുമാർ, മികച്ച നാടകൃത്തുക്കളില്ലേ, അഡ്വക്കേറ്റ് മണിലാൽ. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പറയാൻ ഇവരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നല്ല നാടകങ്ങൾ എഴുതി സമൂഹത്തിന് 5000 ആളിൻ്റെ മുന്നിലൊക്കെയാണ് ഞാൻ ഇവരുടെയൊക്കെ നാടകങ്ങൾ അഭിനയിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുന്നിൽ വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് പോലും നാടകം, അപ്പോഴും സൂര്യൻ ഉദിച്ച് മുഖത്ത് വെളിച്ചമടിക്കുമ്പോൾ പോലും രണ്ടാമത്തെ നാടകം കളിച്ച് തീർന്നിട്ടില്ലാത്ത എത്രയോ സ്ഥലങ്ങൾ. അപ്പോൾ നാടകത്തെ സ്വാധീനിക്കുന്നില്ല, നാടകം ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സ്വാധീനിക്കുന്നു. പക്ഷേ അതിനകത്ത് രസങ്ങളെ, അതിനകത്തെ ദർശനങ്ങളെ, അതിനകത്തെ ചിന്തകളെ, വികാരങ്ങളെ മാത്രം ആസ്വദിച്ചുകൊണ്ട് പോയാൽ പോരല്ലോ. നമ്മുടെ രാധാകൃഷ്ണൻ കുന്നുംപുറമിരിക്കുന്നു, എത്രയോ നല്ല പാട്ടുകൾ എൻ്റെ നാടകങ്ങൾക്ക് എഴുതി തന്നയാളാണ്. അദ്ദേഹവും ഇത്തരം ചില പരിഭവങ്ങൾ പറയാറുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും പ്രേക്ഷകരുടെ മനസ്സ് മാറുന്നില്ലല്ലോ എന്നാണ്. പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ അവരൊന്നും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരൊക്കെ തന്നെ നമ്മുടെ നാടകങ്ങൾ കണ്ട് ശീലിച്ചവരൊന്നും ആയിരിക്കില്ല. അതുപോലെ ഇപ്പോൾ സാറ് പറഞ്ഞു, അതായത് പ്രേക്ഷകർ വെളുപ്പാങ്കാലത്ത് 7 മണിക്ക് നാടകം നടക്കുന്ന നാടകങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ
പക്ഷേ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ അത്തരത്തിൽ പ്രേക്ഷകരെ പറമ്പിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് കഴിയാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈ നമ്മൾക്ക് നല്ല നാടകങ്ങളില്ലാഞ്ഞിട്ടല്ല, അല്ല, പക്ഷേ എന്തോ ചില പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നതിൽ നമ്മുടെ നാടക മേഖലയ്ക്ക് ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? നാടക മേഖലയ്ക്കുള്ള പരിമിതികളല്ല, അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ സവിശേഷതകളാണ് എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ വീട്ടിൽ 28 പേരുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ, പിന്നെ ഉമ്മയുടെ സഹോദരങ്ങൾ, അവരുടെയൊക്കെ മക്കൾ ഒക്കെ ചേർന്നിട്ട്. പക്ഷെ പിന്നീട് ഓരോരുത്തരും വീട് മാറി മാറിപ്പോയി ഒരു വീട്ടിൽ 1ഉം 2ഉം പേര് മാത്രമായി. ആ 1ഉം 2ഉം പേര് മാത്രമായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു കുട്ടി SSLC ജയിക്കാനും പെടുന്ന പാട്. നമ്മുടെ കാലത്ത് SSLCക്ക് തോറ്റാൽ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡുമായിരുന്നു. അവിടെ നിന്നാണ് ആ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ നാടകത്തിലേക്ക് തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ ആ വിദ്യാഭ്യാസ സാഹചര്യങ്ങളൊക്കെ മാറി. എല്ലാവരും 12 വരെ ജയിക്കുന്നു. 10ാം ക്ലാസ്സിലൊക്കെ എല്ലാവരും 98% ജയിക്കുന്നത്. നമ്മുടെയൊക്കെ കാലത്ത് 40% ജയിക്കുള്ളായിരുന്നു. ഇപ്പോൾ 98% +2-നും ജയിക്കുന്നു. അവരുടെയൊക്കെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഏതാ? നഴ്സിംഗ്, MBBS. പണ്ട് MBBS എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അവിടെ മാധവൻ BA എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് BA ഒരു കാര്യമാണോ? അല്ല. അപ്പോൾ എൻജിനീയറിങ്, MBBS, ഡെന്റൽ, നഴ്സിംഗ്, IT മേഖല. നമ്മുടെ കാലത്ത് IT എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. ഇനി ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും നാടകത്തിലേക്ക് വരില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക്, അതായത് കൊണ്ടു കൊടുക്കുന്ന നാടകത്തിലേക്ക്. ഇന്ന് വണ്ടിയിൽ കയറിയിരുന്ന് രാത്രി അവിടെ പയ്യന്നൂരെത്തി അവിടെ നാടകം കളിച്ച് തിരിച്ച് പിറ്റേ ദിവസം കാലത്താണ് ഇവിടെ വരുന്നത്. കാലത്തല്ല, ഉച്ചയ്ക്ക് എത്താൻ ഒക്കുള്ളൂ. 2-3 ദിവസം വേണം ഒരു നാടകം കളിക്കുന്നതിന്. മറ്റതല്ല, പെർമനന്റ് തിയേറ്റർ വേണം ഈ നാടകത്തെ സംരക്ഷിക്കാൻ. അല്ല, ഇത് തന്നെയാണ് അതായത് നമ്മൾ നാടക സംസ്കാരം നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ട സമയം എത്തിയിട്ടില്ല. ഞാൻ 25 വർഷങ്ങൾക്കപ്പുറമായി, 1/4 നൂറ്റാണ്ട് കാലത്തിനപ്പുറമായി പറയുന്ന ഒരു കാര്യമാണ്. എല്ലാ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലും ഒരു ഡ്രാമ തിയേറ്റർ വേണം. അവിടെ പെർമനൻ്റായ സ്ഥിരമായി നാടകം അവതരിപ്പിക്കണം എല്ലാ ദിവസവും. അവിടേക്ക് കാണാൻ ആൾ വരണം. കൊണ്ടു കൊടുക്കുന്നതല്ല, വന്ന് കാണുന്നതാണ് കല. അവിടെ അങ്ങനെ വന്നാൽ ഈ നാടകത്തിനൊരു ഗൗരവം ഉണ്ടാകും. അല്ല, പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ 2000-ൽ പരം ഫൈനാൻസ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു എന്ന്. ഞാനൊരു സമിതിയുടെ നവചേതനയുടെ ലെറ്റർ ഇങ്ങനെ എഴുതി അയക്കുമ്പോൾ, അതിനുവേണ്ടി അഡ്രസ്സ് എഴുതുമ്പോൾ ഏതാണ്ട് 1500-2000-ഓളം ഫൈനാൻസ് സൊസൈറ്റികൾ മാത്രം കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതെല്ലാം ഈ ടിക്കറ്റ് എടുത്ത് നാടകം കാണാൻ വരുന്ന പ്രേക്ഷകരുടെ സമൂഹമായിരുന്നു. ആ കാലത്ത് ഈ ഫിലിം സൊസൈറ്റികളും നിലവിലിരുന്നു. മിസ്റ്റർ അജയ് ബോസ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ കിടക്കുക. അവിടെ ആ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും മാത്രമല്ലായിരുന്നു. അവിടെ അമ്മുമ്മയും അപ്പൂപ്പനും അനിയത്തിമാരും ചേർത്തിമാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ ചെന്നില്ലേലും ഓഫീസിൽ നിന്ന് നേരെ നാടകം കാണാൻ വന്നിട്ട് ഞാൻ അവിടെ വീട്ടിലപ്പോൾ എത്തിയില്ലെങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പം എന്താ? എടുക്കാൻ വയ്യാത്ത ഭാരവുമായി വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിക്കാനിരിക്കുകയാണ്. അവരെ പഠിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ പുറത്ത് നിൽക്കുന്ന മാതാവിനോ പിതാവിനോ ഒക്കെ തന്നെയാണ്. പിന്നെ ഞാൻ 10-30 റോയ്ക്ക് കുട്ടികളിരിക്കുമായിരുന്നു നാടകം കാണാൻ. കുട്ടികളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അല്ല, മുതിർന്ന കുട്ടികളിരിക്കുമായിരുന്നു. 15, 16, 17, 18 വയസ്സായവർ വന്നിരിക്കുമായിരുന്നു ഫ്രണ്ടിൽ. 10-30 റോയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു കുട്ടിയെ നമ്മുടെ നാടക സദസ്സിൽ കാണാനില്ല. എന്താ കാര്യം? വിദ്യാഭ്യാസ സാഹചര്യം അങ്ങനെയായിപ്പോയി. വിദ്യാഭ്യാസ സാഹചര്യം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇങ്ങനെ നാടകം ഇഷ്ടമല്ല എന്ന് പറയുന്നതിനോട് അവർ നാടകത്തെ അവർ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അവരുടെ കയ്യിൽ ഇന്ന് ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ലോകത്തുള്ള എല്ലാ എൻ്റെ പല കുട്ടികളും അച്ഛാ ഈ നാടകം നോക്കൂ, ഇത് ഇന്ന നാട്ടിലെ ഇന്ന തിയേറ്ററിൽ അവതരിപ്പിക്കുന്ന ഇന്ന പ്ലേ ആണെന്ന് പറഞ്ഞ് അവർ പ്ലേകൾ നമ്മളെ കാണിക്കുന്നു. അപ്പോൾ
പലപ്പോഴും നമുക്ക് നമ്മൾ ഇപ്പോൾ ഈ അതായത് നമ്മുടെ KPSC കാലഘട്ടം മുതൽ ഇവിടം വരെ വന്നത് നമ്മൾ ആ പ്രൊസീനിങ് തിയേറ്ററിനകത്തുള്ള പരീക്ഷണങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് വികസിക്കാൻ, അത് ആരുടെയും കുറ്റമായിട്ട് ഞാൻ പറയില്ല, അങ്ങനെ മാറേണ്ട സാഹചര്യം ഇല്ല എന്നാണ്. നാടകം നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ അവതരണവും നാടകത്തെ നവീകരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവിടെ വരുന്നൊരു കാര്യം, എന്താണ് നാടകം എന്ന് 10ാം ക്ലാസ് വരെയെങ്കിലും വിദ്യാഭ്യാസ പാഠത്തിലുണ്ടാകണം. കരിക്കുലത്തിൽ എന്തെങ്കിലും ഡ്രാമ എന്ന് പറയാൻ, ആ ഡ്രാമ അവിടെ അവതരിപ്പിച്ച് കാണിക്കാൻ, അതെന്ത് വിദ്യാർത്ഥികളിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് കാണിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഭരണാധികാരികളാണ്, ഈ കരിക്കുലം തയ്യാറാക്കുന്നവർ തന്നെയാണ്. ഇല്ല, അവര് കാരണം ഇപ്പോൾ അതൊരു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ക്വാറന്റൈൻ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് നമ്മൾ ഇന്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ പഠനം തുടങ്ങിയപ്പോഴാണ് നാടകത്തിന്റെ സാധ്യത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് അധ്യാപകർ അഭിനയിച്ച് സ്ക്രീനിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതായത് അപ്പോൾ ഡ്രാമ പഠിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ക്വാറന്റൈനെല്ലാം പോയി കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിൽ വരുമ്പോഴേക്കും വീണ്ടും ഇതിന്റെ സാധ്യതകളെ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു. ഇവിടെ ഈ അവഗണനയ്ക്കെതിരെ നാടക കലാകാരന്മാർ തന്നെയല്ലേ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി നിന്ന് വിരൽ ചൂണ്ടേണ്ടത്. പക്ഷെ ഗവൺമെന്റ് കൂടി അതിന് ഗവൺമെന്റ് നമ്മുടെ വടക്കൻ മേഖലയിൽ ചില സ്കൂളുകളിൽ അവർ നാടകം, കുട്ടികളെ കൊണ്ട് നാടകം അവതരിപ്പിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ തെക്കൻ മേഖലയിലുമൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ പാഠ്യപദ്ധതിയിൽ നാടകം ഒരു വിഷയമായി തന്നെ വരണം. അതിന് അധ്യാപകരുണ്ടാകണം. ഇപ്പം കലാകാരന്മാരെ സ്കൂളിൽ നിയമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, ആരെയും നിയമിച്ച് കണ്ടില്ല. അല്ല, ഈ ഇങ്ങനെ ഗവൺമെൻറ്റുകൾ ഓരോരോ പദ്ധതികൾ കൊണ്ടുവരുന്നു, ഇപ്പോൾ പൈസ അനുവദിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഫോളോ അപ്പിങ്ങിന് നമ്മൾ കലാകാരന്മാർക്ക് കൂടി ഒരു റോൾ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, കലാകാരന്മാരാണല്ലോ അക്കാഡമിയുടെ തലപ്പത്തിരിക്കുന്നത്. അതെ, അക്കാഡമിയുടെ തലപ്പത്തിരിക്കുന്നത്, കലാകാരക്ഷേമനിധിയുടെ തലപ്പത്തിരിക്കുന്നതും കലാകാരനാണല്ലോ. പക്ഷെ പലപ്പോഴും ഇത് കറക്റ്റ് ഒരു ഫോളോ അപ്പ് ഇതിനുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സാംസ്കാരിക വകുപ്പിലിരിക്കുന്നതും കലാകാരന്മാരാണല്ലോ. അപ്പോൾ ബജറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന തുക അത് എങ്ങനെയാണ് ചെലവാക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഏജൻസികളുടെ തലപ്പത്തിരിക്കുന്ന കലാകാരന്മാർ തന്നെയാണ്. നമ്മുടെ KPSC ലളിതയാണ് അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്നത്. ഇവിടെ P. ശ്രീകുമാറാണ് സിനിമാ സംവിധായകൻ. അയാൾ ഞാനും ഒപ്പം നാടകം അഭിനയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം സിനിമാ സംവിധായകനാണ്, സിനിമാ നടനാണ്. അപ്പോൾ അദ്ദേഹമാണ് ക്ഷേമനിധിയുടെ കലാകാരന്മാരുടെ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. ഇനി സാംസ്കാരിക വകുപ്പിലാര് എല്ലാവരും. ഇവിടെ സൂര്യ കൃഷ്ണമൂർത്തി സാറ് നമ്മുടെ അക്കാദമിയുടെ ചെയർമാനായിരുന്നപ്പോൾ 365 ദിവസവും നാടകങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാ സമിതികളുടെയും വിളിച്ച് 10 ദിവസം, 8 ദിവസം, 7 ദിവസം നിങ്ങൾ പോയി കളിച്ചിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് കാശ് കൊടുക്കുന്നു. അപ്പോൾ അതൊരു സംസ്കാരമായിരുന്നു. ആ സംസ്കാരം തുടർന്നു കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് കഴിഞ്ഞില്ല. കുറച്ചൊക്കെ നടന്നു, കുറേയൊക്കെ നടത്തുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ചോദിച്ച പോയിന്റ്. അതാണ് ഈ നമ്മൾ ആരംഭിക്കുന്ന ഒരു സംഗതിയെ വീണ്ടും അത് ഒരു തുടർ പ്രക്രിയ ആവുന്നില്ല പലപ്പോഴും. അത് ഒരു സാമ്പത്തിക പ്രശ്നമില്ലേ? മറ്റ് കൃഷ്ണമൂർത്തി സാറ് ഫണ്ട് റൈസ് ചെയ്തതുപോലെ ഒരുപക്ഷെ ഇപ്പോൾ ഇരുന്ന ആളുകൾക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആത്യന്തികമായി നാടകം നന്നാകണമെന്നുള്ളത് വളരെ ശക്തമായ ആവശ്യമാണ്. പ്രേക്ഷകന് നന്നായി അറിയാം, നാടകം എഴുതാൻ അറിയില്ല, അഭിനയിക്കാൻ അറിയില്ല, എങ്കിൽ പോലും ഇതല്ലല്ലോ ഞാൻ കാണാൻ വന്ന നാടകം എന്ന് പ്രേക്ഷകൻ തീർച്ചയായും കരുതുന്നുണ്ട്. അവൻ്റെ കരുതലിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രൊഫഷണൽ നാടക രംഗം തന്നെ എടുത്തു പറയട്ടെ, ഇവിടെ നല്ല എഴുത്തുകാരില്ലാഞ്ഞിട്ടല്ല, നല്ല സംവിധായകരില്ലാഞ്ഞിട്ടല്ല, നല്ല അഭിനേതാക്കളില്ലാഞ്ഞിട്ടല്ല, നല്ല നാടകം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള പ്രൊഡ്യൂസേഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ വേദികൾ ലഭിക്കുവാൻ വേണ്ടി ഇവരൊക്കെ പലതരം കോംപ്രമൈസുകൾക്ക് വിധേയരാകേണ്ടി വരികയാണ്. അഭിനേതാക്കളുടെ കുറവുണ്ട്. അഭിനേതാക്കളുടെ കുറവുണ്ട്. ഞാൻ 50 വർഷമായി ഇതിൻ്റെ കൃത്യമായി അരങ്ങിൽ നിൽക്കുന്നത് കൊണ്ട് പറയുകയാണ്, അഭിനേതാക്കളുടെ കുറവുണ്ട്. അതായത്
ഒരു 18 വയസ്സായ ചെറുപ്പക്കാരനെയോ ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടിയോ ഇന്ന് നമ്മുടെ അരങ്ങിൽ ഇല്ല. പിന്നെ ഈ രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള റിഹേഴ്സൽ ഇതൊന്നും ഇനി നടക്കില്ല. ഇപ്പോൾ അബുദാബിയിൽ ഞാനൊരു കുറേ 4 നാടകങ്ങൾ അവതരിപ്പിച്ചത് നമ്മുടെ വക്കം ജയലാൽ നടത്തിയതായിരുന്നു. അതെങ്ങനെയാണ് സംഘടിപ്പിച്ചത്? ഏറ്റവും മികച്ച സംഘാടകനാണ് അദ്ദേഹം. അതിൽ നാടകത്തിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം, നല്ല വേഷങ്ങൾ. ആ നാടകങ്ങളെല്ലാം റിഹേഴ്സൽ ചെയ്യുന്നത് വൈകുന്നേരം 8 മണിക്ക് ശേഷം റിഹേഴ്സൽ തുടങ്ങുന്നത്. 2-3 മണിക്കൂറേ ഉള്ളൂ റിഹേഴ്സൽ. അപ്പോൾ അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. അവിടുത്തെ കലാകാരന്മാരുടെ ഒരു ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ കലാകാരന്മാരുടേതിനേക്കാൾ 100 മടങ്ങാണ്. കാരണം ഈ 3 മണിക്കൂർ കൊണ്ടാണ് ഒരു മാസക്കാലം. ഇവിടെയോ 1 മാസക്കാലം 3 മണിക്കൂർ കൊണ്ട് 1 മാസക്കാലം റിഹേഴ്സൽ ചെയ്ത് നാടകം അവതരിപ്പിക്കുന്നു. ഇവിടെ 1 മാസക്കാലം രാവിലെ മുതലാണ്, രാവിലെ മുതൽ രാത്രി വരെ. അതിനിടയ്ക്ക് 2 മണിക്കൂർ ഒരു പിന്നെ റെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അത്തരം സിറ്റുവേഷനിൽ നിന്ന് മാറണം. ഒന്ന്, കലാകാരന്മാർ ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പെർമനൻ്റ് തിയേറ്റർ ഉണ്ടാകണം. ആ തിയേറ്റർ ഉണ്ടായാൽ അവിടെ നാടകം കാണാൻ ആൾ വരും. അല്ല, ഇപ്പോൾ സാറ് ഈ അബുദാബിയിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിലെ വിഷയം അവതരിപ്പിക്കും. അവിടെ ഈ അവർ മറ്റൊരു തൊഴിൽ ചെയ്തിട്ട് അവരുടെ പാഷൻ ആണ് നാടകം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രൊഫഷണൽ തിയേറ്ററിലെ കലാകാരൻ എന്ന് പറയുന്നത് അവന്റെ ഉപജീവനമാണ് ഈ നാടകം എന്ന് പറയുന്നത്. ഞാൻ എന്റെ പോയിന്റിലേക്ക് വരട്ടെ. അതായത് ഇപ്പൊ നമ്മൾ ഈ കൊറോണ കാലമൊക്കെ ഉണ്ടായി. അതായത് നാടകം മാത്രം അവലംബിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പ്രൊഫഷണൽ വേദിക്ക് സാധ്യമാണോ? അത് ഒരു പോയിന്റ്. ഈ അങ്ങനെ പോയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രൊഫഷണലിസം എന്ന് ചോദിക്കുന്ന ഒരു മറുവാദവുമുണ്ട്. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഞാനൊരു പ്രൊഫഷണൽ നാടകക്കാരനാണെന്ന് പറഞ്ഞാൽ ആ പ്രൊഫഷൻ കൊണ്ട് എനിക്ക് ഉപജീവനം ഉണ്ടാകണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രൊഫഷണൽ അല്ല എന്നുള്ള വാദമുണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്ക് ഇനി പിന്നെ നമ്മൾ നാടകക്കാർ ഒരു മറ്റൊരു മേഖല കൂടി കാണേണ്ടതുണ്ടോ? തീർച്ചയായും. നേരത്തെ ഉണ്ടല്ലോ, എനിക്ക് 23-ാമത്തെ വയസ്സ് ജോലി കിട്ടിയ ആളാണ് ഞാൻ. അപ്പോഴും നാടകത്തിൽ സജീവമായിരുന്നു. 55 വയസ്സിൽ പിരിയുന്ന സമയത്ത് വരെയും ഞാൻ നാടകത്തിലുണ്ട്. എന്തുകൊണ്ട്? ഈ രാത്രികാലങ്ങളിൽ 1 മാസത്തെ റിഹേഴ്സൽ ഉണ്ടായി കരുതിക്കൊള്ളൂ. അപ്പോഴേക്കും മാത്രം താൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് മറ്റു ജോലി കൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പല സഹനടന്മാരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടാക്കണം നിങ്ങളുടെ വീടിനടുത്ത്, ഒരു സ്കൂളിനടുത്തൊരു സ്റ്റേഷനറി കട, അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ. അങ്ങനെ പല ആളുകളും അങ്ങനെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നാടകം മാത്രമായി ഇത് ജീവിക്കാൻ ഇനി ഒരുപക്ഷേ കോവിഡാനന്തര കാലത്ത് ഒരുപക്ഷെ കഴിയാതെ വരും. എന്ന് പറഞ്ഞാൽ ഇനി രാത്രി കാലങ്ങളിൽ ആൾ കൂടുക ഒരു പ്രയാസത്തിലായിരിക്കും. ഇത് ഇപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചുവെങ്കിൽ പോലും വാക്സിൻ തുടർന്ന് എടുക്കാനുള്ളൊരു സമയമൊക്കെ വരുന്നുണ്ട്. 6 മാസക്കാലമൊക്കെ എടുക്കും ഇത് തീരാൻ ഒക്കെ. അപ്പോൾ അടുത്ത വർഷം പോലും ഈ നാടകത്തിന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു 500 ആൾ, 700 ആൾ, 1000 ആളൊന്നും വന്നു ചേരാൻ പ്രയാസപ്പെടും. വീട്ടിൽ 1 വർഷം ഇരുന്നിട്ട് ശീലിച്ചു പോയി. എന്തൊക്കെയാണ് നമ്മൾ ഒറ്റപ്പെട്ട് വീട്ടിനകത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? കാർഷിക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലേക്ക്. കുടുംബ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് കേസുകൾ കുടുംബ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തനി നിറം വ്യക്തമായിട്ട് കുടുംബ കോടതിയിൽ 2 വക്കീലന്മാരെ എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ്. കുടുംബ കോടതിയിൽ ഒരുപാട് കേസുകൾ എത്തിയിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്ത്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് വക്കീലെ ഈ ഇത്ര ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നുള്ള കേസുകളുണ്ട്? ഇല്ല, ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് കേസുകളില്ല. അതെന്താ കാര്യം? അത് 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഈ 3 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. സഭ നടത്തുന്ന 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എന്താണ് വിവാഹം? ആ ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ. അടുത്ത ഇടവകയിലേക്കാണ് കല്യാണം, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ പെണ്ണ് കിട്ടുള്ളൂ.
ഇവിടെ അതാണോ മറ്റേത് സമുദായം പഠിപ്പിക്കുന്നുണ്ട് ഇത്? അത്തരം ഒരു ജീവിത പഠനം. അതെ, എന്താണ് വിവാഹം എന്ന് അത് കേട്ടിട്ടാണ് ക്ലാസ് കേട്ടിട്ടാണ് സർട്ടിഫിക്കറ്റും കൊണ്ടാണ് അവൻ വിവാഹം കഴിച്ചത്. ഇനി 3 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും 3 ദിവസം എന്തിനാണ് വിവാഹമെന്ന് മനസ്സിലായോ? എന്തിനാണ് വിവാഹം എന്ന് വെച്ചാൽ എന്തിനാണ് ജീവിതം എന്നാണ്. അതിലേക്ക് 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഈ 6 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞവനാണ് കുടുംബ കോടതിയിൽ എത്താതിരിക്കുന്നത്. അതേസമയത്ത് മുസ്ലിം സമുദായത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും നിരന്തരമായി കോടതികളിൽ കയറി ഇറങ്ങുക. എന്താ ഇങ്ങനൊരു പഠനമില്ല? ഒരു ദിവസം ഒരു ചായ കൊണ്ടുവച്ചു കൊടുത്തപ്പോൾ കണ്ട ഒരു പയ്യനെയാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ രാത്രി ആഘോഷിക്കേണ്ടി വരുന്നത്. 2 കുടുംബങ്ങളിൽ നിന്ന് 2 സംസ്കാരങ്ങളിൽ നിന്ന് നാം എന്തിന് ഒന്ന് ചേർന്നു? എന്തിന് നാം ഈ മുറിയിൽ വന്നു? എന്തിന് നാം ഒരു വീട്ടിൽ മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഭർത്താവ് എന്ന് പറയുന്നത് എൻ്റെ പാതി ജീവനാണെന്നും ഭർത്താവിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ പോലെയാണെന്നും ഭർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയെ പോലെയാണെന്നും ഒക്കെ കരുതാൻ ആ പെണ്ണിനെ പഠിപ്പിക്കണം. ഈ പുരുഷനെയും അത് പഠിപ്പിക്കണം. ഇതാണ് ഈ സഭ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഹിന്ദു മതത്തിന് ഇത് പഠിപ്പിച്ചുകൂടാ? എന്താണ് വിവാഹമെന്ന്, എന്തിനാണ് വിവാഹമെന്ന് എന്തുകൊണ്ട് ഇസ്ലാം മതത്തിന് പഠിപ്പിച്ചുകൂടാ? പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ. ഞാൻ ഈ കുടുംബ കോടതിയെ സംബന്ധിച്ചും മണിലാലിനെ കൊണ്ട് നാടകം എഴുതിച്ചിട്ടുണ്ട്. അത് ഈ വിഷയം പറഞ്ഞിരുന്നില്ല, എങ്ങനെയാണ് ഒരു ദാമ്പത്യ ജീവിതത്തിലെ സ്പർദ്ധ ഉണ്ടാകുന്നത് എന്ന്, എങ്ങനെ ഒരുമിച്ച് ജീവിക്കാമെന്നോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും കോടതികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആളുകൾ പ്രേക്ഷകരിതൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, 1% മാത്രമല്ലേ ഇത് ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന്. നമ്മളെ ബിനീഷ് നാമത്തിൽ പറയുകയാണ്, പുതിയ തലമുറയുടെ വിഷയം അവതരിപ്പിക്കാൻ കഴിയണം, അതൊരു പ്രശ്നമാണ് എന്ന്. പുതിയ തലമുറയുടെ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വേനലവധി പോലുള്ള നാടകങ്ങൾ, പിന്നെ പാട്ടുപാടുന്ന പിള്ളേർ, അങ്ങനെ പുതിയ ജനറേഷന്റെ കഥകൾ വരുന്നുണ്ട് ഒത്തിരി. ഇപ്പോൾ നല്ല നല്ല രചനകൾ വരുന്നുണ്ട്. ഫ്രാൻസിസ് ടി മാവേലിക്കരൊക്കെ PSCയുടെ നാടകത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ വിഷയങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷെ അവിടേക്ക് കുട്ടികൾ വരുന്നില്ലല്ലോ. കുട്ടികൾ വരാതിരിക്കാൻ നമ്മൾ ഈ നാടകത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെയായി. പിന്നെ 20 വയസ്സ് പ്രായമുള്ള പുതിയ തലമുറയെ അവതരിപ്പിക്കാൻ 40 വയസ്സുകാരനും ഉണ്ടാകുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് അത് മനസ്സിലാക്കണം. അത് സാറ് പറഞ്ഞു കഴിഞ്ഞു. കാരണം പുതിയ നടീനടന്മാരുടെ അഭാവം നമ്മുടെ ഈ മേഖലയ്ക്ക് ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വിദ്യാഭ്യാസ സാഹചര്യം ആകെ മാറിപ്പോയി. ഒരാൾ പോലും വെറുതെ നിൽക്കുന്നില്ല. മൊബൈൽ ഫോണിൻ്റെ കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, മൊബൈൽ ഫോണിൻ്റെ ഈസി ചാർജിംഗ് ഉള്ള എത്രയോ കടകളുണ്ട്. അവിടെയെല്ലാം ഇത് കൊണ്ടു കൊടുക്കാനും അവിടെയെല്ലാം ഇത് പണി ചെയ്യാനും വേണ്ടിയിരിക്കുന്ന മൊബൈൽ റിപ്പയറിങ്ങിന് ഇരിക്കുന്നവർ ആയിരക്കണക്കിനാണ്. മൊബൈൽ റിപ്പയറിങ്ങും സർവീസും മൊബൈൽ കടകളിൽ ഇരിക്കുന്നവർ. അപ്പോൾ അവരതിന് ടേസ്റ്റ് ഉള്ളവരാണ്. അടിസ്ഥാനപരമായി സ്കൂളിൽ നിന്നാണ് ഇത് വരേണ്ടുന്നത്. സ്കൂളിൽ നാടക പഠനം ഉണ്ടാകേണ്ടത് സ്കൂളിൽ നിന്നാണ്. അല്ല, ഈ സീരിയലായാലും സിനിമയായാലും എല്ലാം അടിസ്ഥാനപരമായി നാടകമാണ്. സീരിയലിനും ആളുകൾ വിഷമിക്കുന്നുണ്ട്. അവിടെ പ്രൊഡക്ഷൻ സ്ഥലത്ത് അവർ വിഷമിക്കുന്നുണ്ട്, സംവിധായകനും എഴുത്തുകാരനും അഭിനേതാക്കൾ ഇല്ലാതെ. പക്ഷേ പിന്നെ അവിടെ ഒരു ഗുണമുള്ളത്, വന്ന് 2 മണിക്കൂർ നിന്നിട്ട് പോകാം. നാടകത്തിൽ അത് പറ്റില്ല. നാടകത്തിന്റെ ഉത്തരവാദിത്വം അതാണ് ഈ നാടകത്തിന് സിനിമയ്ക്കും സീരിയലിനും ഒക്കെ ഉള്ള ഗുണം. ഒരു ദിവസം വന്നിട്ട് പോകാം, അഭിനയിച്ച് മടങ്ങാം. അപ്പോൾ അവിടേക്ക് ആൾ വരും, അവിടേക്ക് പെൺകുട്ടികൾ വരും. അപ്പോൾ നാടകത്തിലേക്ക് വരണമെങ്കിൽ നാടകത്തിനോട് അർപ്പണബോധം ഉണ്ടെങ്കിൽ മാത്രമേ നാടക മേഖലയിൽ അതല്ല. ഇപ്പോൾ 2 ദിവസം 2 മണിക്കൂർ റിഹേഴ്സൽ ചെയ്താൽ, ഒരാഴ്ചയിൽ 2 മണിക്കൂർ വീതം റിഹേഴ്സൽ ചെയ്താൽ ഒരു നാടകം അവതരിപ്പിക്കാം. ഒരു പെൺകുട്ടി, അടുത്തുള്ള സ്ഥലത്ത് ഒരു പെൺകുട്ടി വന്നു, ഈ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് മാത്രം വൈകുന്നേരത്ത് നാടകം നടക്കുന്നു,
അവിടെ അഭിനയിച്ചിട്ട് പോകും. തിയേറ്ററുകൾ ഉണ്ടായാൽ പുതിയ അടിസ്ഥാനപരമായി തിയേറ്ററുകൾ ഉണ്ടാകുക. പിന്നെ റെജി ആർ കൃഷ്ണ പറയുന്നു വൈകുന്നേരങ്ങളിൽ തുടങ്ങുന്ന സീരിയലുകൾ ഒരു പരിധിവരെ പിന്നെ ഇതിനെ കുറയ്ക്കുന്നു, കാണാതെ പോകരുത്. അതിൽ എൻ്റെ ഒരു മറുചോദ്യം, സീരിയൽ അവരുടെ ഒരു മേഖലയാണ്, അവരെങ്ങനെ ഇവരെ ആകർഷിപ്പിക്കുന്നു. നമുക്ക് എന്താണ് സാധ്യത ഇല്ലായ്മകൾ, കാരണം സീരിയലിനെ പോലെ അല്ല നമുക്ക് ആളിനെ ആകർഷിക്കണം. അവിടെ ഈ കുട്ടികൾ ഇരിക്കുന്നുണ്ടെന്നാണ് താങ്കൾ കരുതുന്നത് സീരിയൽ കാണാൻ? ഇല്ലല്ല, അവിടെ കുട്ടികളില്ല. ഇല്ല. അവിടെ പുതിയ തലമുറ അവിടെ ഇല്ല, തള്ളമാരാണുള്ളത്. പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ സംഭാവന ചെയ്തിട്ടുള്ളത്, ഇല്ലേ? കുട്ടി കരഞ്ഞാൽ ഉടൻ എടുത്തു കൊടുക്കുകയല്ലേ? ഒരു നാടകാസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് തലമുറയ്ക്കൊപ്പം സഞ്ചരിക്കുവാൻ നാടകങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ഏകദേശം 2000-ഓടെ അതിൻ്റെ പ്രയാണം നിലച്ചു. ഒരു സക്രിയാത്മക പ്രയാണമല്ല, ജഡിലമായ ഒരു ജഡതുല്യമാണ്. അതിന് പുനർജീവനമാണ് വേണ്ടത്. നിസ്വാർത്ഥമായ പ്രവർത്തനം വേണം. ഈഗോ എന്ന മുറിക്കപ്പെടുന്ന ചില്ലയിലിരുന്ന് നിലവിളിക്കുകയല്ല നാടക കലാകാരൻ വേണ്ടത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പറഞ്ഞിരിക്കുന്നത് സന്തോഷ് കൃഷ്ണ. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പെർമനന്റ് തിയേറ്റർ ഉണ്ടായിരുന്നാൽ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നത് അവിടെയാണ്. അപ്പോൾ അതിന് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇപ്പം നാടക മേഖലയിൽ ഒത്തിരി സംഘടനകളുണ്ട്. ഈ സംഘടനകൾക്ക് എല്ലാം കൂടി ഒരു കോർഡിനേഷൻ പ്ലാറ്റ്ഫോം എന്തുകൊണ്ടുണ്ടായിക്കൂടാ? പൂച്ചയ്ക്കാർ മണി കെട്ടുമെന്ന ചോദ്യമുണ്ട്. എങ്കിലും ഇതൊരു ആവശ്യ വസ്തുവായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പല ആളുകളും ശ്രമിക്കുന്നുണ്ട് അതിന് ഇപ്പോഴെങ്കിലും. ആ ശ്രമം വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ആറ്റിങ്ങലിലൊരു പെർമനന്റ് തിയേറ്ററിനെ കുറിച്ച് ആലോചിക്കുന്നു. ഞായറാഴ്ചകളിൽ മാത്രം വൈകുന്നേരത്തൊരു നാടകം, സ്ഥിരമായി ഒരു നാടകം. അല്ല, അത് ടിക്കറ്റ് എടുത്ത് മാത്രമേ കാണാൻ അനുവദിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഒരിടത്ത് തുടങ്ങിയാൽ മറ്റു ചില സ്ഥലങ്ങളിലും അത് തുടങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. അവിടേക്ക് ഈ പിന്നെ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ, കോളേജിൽ പോകുന്ന പയ്യന്മാർ അവർ വന്ന് അഭിനയിക്കും. കാരണം അവരിവിടെ കിടന്ന് ഉറങ്ങണ്ട, അവർക്ക് വീട്ടിൽ പോകാം, വരാം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടക്കം വരുന്നില്ല. അതെ, പ്രോഗ്രാം ഓൺലൈൻ എന്ന് വരിക, പോവുക. അതിന് റിഹേഴ്സൽ കുറച്ച് ദിവസത്തെ റിഹേഴ്സൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രാദേശികമായ തിയേറ്ററുകളും പ്രാദേശികമായ പിന്നെ നാടക പ്രവർത്തനങ്ങളും ഇപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെന്റുകൾ പല വില്ലേജുകളിലും നടക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് എത്ര കലാസമിതികൾ ഉണ്ടായിരുന്നു, ആർട്സ് ക്ലബ്ബുകൾ. ഈ ആർട്സ് ക്ലബ്ബുകളെല്ലാം തന്നെ ഒരു വർഷത്തിൽ 1-2 നാടകം അവതരിപ്പിക്കുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അത് മാറിയതും അത് ഇല്ലാതെ വന്നതും എല്ലാവരും വിദേശത്ത് പോയതുകൊണ്ടാണ്. നിങ്ങൾ വിദേശത്ത് പോയി, നിങ്ങളെപ്പോലെ എത്രയോ ആളുകൾ വിദേശത്ത് പോയതുകൊണ്ടാണ് അങ്ങനെ അതെല്ലാം നിന്നുപോയത്. അപ്പോൾ ഇപ്പോൾ പ്രാദേശികമായി ഇത്തരം പെർമനന്റ് തിയേറ്ററുകൾ ഉണ്ടായാൽ, ഇപ്പോൾ ആറ്റിങ്ങലിൽ ഞായറാഴ്ച തോറുമാണെന്ന് പറഞ്ഞാൽ വർക്കലയിൽ അതുപോലെ മറ്റൊരു തിയേറ്റർ ഉണ്ടാകട്ടെ ശനിയാഴ്ച തോറും, അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ ഉണ്ടാകാം, ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ നിർബന്ധമായും വേണ്ടത് ഒരു പെർമനന്റ് തിയേറ്ററാണ്. ഈ കൊണ്ട് കൊടുക്കുന്നതിന് എന്നും വില കുറയും എന്നുള്ളത് കൊണ്ട് വന്ന് കാണുന്നതിനേ വിലയുള്ളൂ. തിയേറ്റർ കോംപ്ലക്സ് പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയും. ബിജു പി നീലേശ്വരം. നാടകത്തിൻ്റെ പ്രമേയം തിരഞ്ഞെടുക്കുന്നത് തന്നെ മറ്റ് ചില ഉദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. പള്ളികളിൽ കളിക്കാൻ പറ്റുമോ, അമ്പലത്തിൽ കളിക്കാൻ പറ്റുമോ, മുതൽ മുടക്കിയാൽ തിരികെ കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ കൊണ്ടാണല്ലോ നാടക എഴുത്തുകാർ നാടക രചന മുതൽ അവതരണം വരെ ഈ ആശങ്ക നിലനിൽക്കുന്നു. അതൊരു പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് വിളിക്കാൻ പറ്റില്ല, നാടകത്തിന്റെ സംഘാടകൻ എന്നേ പറയുന്നത് പരമമായ സത്യമാണ്. കാരണം നമുക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയാനൊക്കില്ല. രാഷ്ട്രീയക്കാരാണ് നമ്മെ ഭരിക്കുന്നത്, നിയമനിർമ്മാണം നടത്തുന്നത് രാഷ്ട്രീയക്കാരാണ്. എന്നിട്ട് എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ എനിക്ക് രാഷ്ട്രീയം അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ ചെന്ന് എന്ന് പറയാനുള്ള അവകാശമില്ല. ആ സാവകാശം സംഘാടകർ തരില്ല. അപ്പോൾ എന്താ, എനിക്കിവിടുത്തെ ഭരണകൂടത്തെ വിമർശിക്കാൻ പറ്റില്ല, എനിക്ക് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ പറ്റില്ല.
എനിക്ക് മതത്തെ വിമർശിക്കാൻ പറ്റില്ല. മതവും രാഷ്ട്രീയവും വിമർശന വിധേയമാക്കേണ്ടതല്ലേ? മതവും രാഷ്ട്രീയവും വിമർശന വിധേയമാക്കേണ്ടതാണ്. എന്നാലേ പരിഷ്കരിക്കപ്പെടൂ, എന്നാലേ പരിവർത്തിതമാകൂ. പക്ഷെ അതിനുള്ളൊരു സാഹചര്യമല്ല ഇന്ന്. വിമർശിച്ചാൽ തോട്ടിൽ കിടക്കും, അല്ലെങ്കിൽ റോഡിൽ കിടക്കും. സാറെ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാണ് വന്ന് കാണുമ്പോൾ സൗകര്യം, ഇന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ സഫ്ദർ ഹാഷ്മിയെ പോലും ആക്രമിച്ചത് അത് റിമോട്ട് ഏരിയയിൽ കൊണ്ടുപോയി നാടകം കളിക്കുന്നത് കൊണ്ടാണ്. ഒരു തിയേറ്ററിനകത്താണെങ്കിൽ അത് സംഭവിക്കില്ല. അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു പെർമനന്റ് തിയേറ്റർ എല്ലായിടത്തും ഉണ്ടാകണം. എന്തിന് 626 കിലോമീറ്ററാണ് ഒരു സിംഗപ്പൂരിൻ്റെ ആകെയുള്ള വിസ്തൃതി. അവിടെ പോലും ഒരു ഡ്രാമ സെൻ്ററുണ്ട്, എല്ലാ ദിവസവും നാടകം കളിക്കുന്ന തിയേറ്റർ. അപ്പം നമുക്കിവിടെ വിശാലമായ ജനാധിപത്യം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നാടിൻ്റെ സംസ്കാരമാണ് പ്രധാനമായി വെക്കേണ്ടത്. നാടിൻ്റെ സംസ്കാരം കലയിലൂടെ തന്നെയാണ്. അത് രാഷ്ട്രീയക്കാരൻ മനസ്സിലാകണം. അല്ല, അത് തന്നെയാണ് സാർ ഞാൻ പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കലാകാരന്മാർക്ക്, വിശേഷിച്ച നാടകക്കാർക്ക് അവരിലേക്ക് സമ്മർദ്ദം ചെലുത്താനുള്ള അവസ്ഥ ഉണ്ടാണ്. നമ്മളിവിടെ ഇന്ന് ഒട്ടേറെ സംഘടനകളുണ്ട്, ഒട്ടേറെ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ ഒക്കെ നല്ലത് തന്നെയാണ്. ഓരോ സംഘടനകളും സ്വതന്ത്ര സംഘടനകളായി നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു പ്ലാറ്റ്ഫോം അനിവാര്യത ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പവർ കട്ട് അത് കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല ഇരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ഗസ്റ്റ് അതെ. അപ്പൊ ഞാന് ഇപ്പൊ ഇവിടെ ചെറിയ ഒരു ഇലക്ട്രിസിറ്റി പ്രശ്നമുണ്ട്, എങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് അവിചാരിതമായിട്ട് നമ്മുടെ ഒരു ഗസ്റ്റ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. നമ്മുടെ ധർണസഭയുടെ വേദിയിൽ വന്ന് ഒരു ദിവസം നമ്മളെ ഒത്തിരി രസിപ്പിച്ചിട്ട് പോയ കവിയും ഗായകനും ഒക്കെയായ ശ്രീ രാധാകൃഷ്ണൻ കുന്നുംപുറമാണ്. ഇനി ഈ സീറ്റ് അല്പസമയം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നൽകുകയാണ്. അദ്ദേഹം ഷക്കീർ സാറുമായി ഒരു അല്പസമയം സംസാരിക്കുകയാണ്. താങ്കളുടെ അവിടെ പ്രിയപ്പെട്ട കവി രാധാകൃഷ്ണൻ കുന്നുംപുറം, നമുക്ക് നാടകരചനയിലൂടെ നാടകത്തിന് വേണ്ടി പാട്ടെഴുതുക എന്നത് മാത്രമായിരുന്നില്ല നിങ്ങളുടെ ധർമ്മം. നിങ്ങൾ നന്നായി കവിത എഴുതുന്നയാളാണ്, സമസ്ത മേഖലയിലും പ്രവർത്തിക്കുന്നയാളാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തനമുണ്ട്, അധ്യാപകനാണ്, എല്ലാം. അപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ കാവ്യ വിലാസമൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞാട്ടെ, നാടകവുമായി നിങ്ങൾക്കുള്ള ഇത് ആദ്യമേ തന്നെ ഇത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സുവർണ അവസരമായി അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. ഞാൻ എൻ്റെ ബാല്യത്തിൽ നാടകം കണ്ടു തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും മനസ്സിൽ പതിഞ്ഞ പേരുകളിൽ ഒരാൾ, 2 പേരുകൾ മായാതെ മനസ്സിൽ നിന്ന് ഒന്ന് ഒരേ കാലത്തിൻ്റെ സ്പന്ദനങ്ങളായി സാറിൻ്റെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് കരകുളം ചന്ദ്രനും മക്കം ഷക്കീറും തേടിപ്പിടിച്ച് ഈ നാടകങ്ങൾ അന്വേഷിച്ചു പോയ കാലത്ത് നിന്നും അദ്ദേഹത്തോടൊപ്പം ഇരിക്കുക, അദ്ദേഹത്തിൻ്റെ കുറേ നാടകങ്ങൾക്ക് പാട്ടെഴുതുക, അതിനുവേണ്ടി പാട്ടെഴുതാൻ എന്നെ വിളിക്കാത്തതിന് കലഹിക്കുക, അങ്ങനെയൊക്കെ ചെയ്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ഷക്കീർ സാറിനോട് ഞാൻ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരിക്കൽ പറഞ്ഞതാണ്, സാറിന് എന്നെ പാട്ടെഴുതാൻ വിളിക്കേണ്ടി വരും, ഞാൻ ഈ രംഗം വിട്ടുപോകില്ല എന്ന്. ഞാൻ വെറുതെ അന്ന് പറഞ്ഞതാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ പാട്ടെഴുതാൻ വിളിച്ച ആ കാലത്തിൽ ഇത് മഹാഗുരുക്കന്മാരുടെ പുണ്യമാണ് ഇതൊക്കെ എന്ന് ഞാൻ കരുതുന്നു. എനിക്കിപ്പോൾ സാറിൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊന്നും തന്നെ പറയാനില്ല. പകരം
കഴിഞ്ഞ ഒരു വർഷമായി സാറ് പങ്കുവെക്കുന്നത് വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം 100% സാറിന് വേണ്ടിയല്ല എന്നറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കാൻ അങ്ങേയറ്റം ആവേശം കാണിക്കുന്നത്. അത് സ്വതന്ത്രമായ ഒരു 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 നാടകവേദി എന്നുള്ളതാണ്. സ്വതന്ത്രമായ ഒരു നാടകവേദി തീർച്ചയായും സാറിൻ്റെ ഒരു ആശയമാണ്. സാറത് പലവട്ടം എന്നോട് ഒരുപക്ഷെ കൂടുതൽ പറഞ്ഞിട്ടുള്ളതും എന്നോടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തിനാണ് അങ്ങനെ ഒരു സ്വതന്ത്രമായ നാടകവേദി എന്ന് പറഞ്ഞത്? അജയ് ബോസ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ്. നാടകം എങ്ങനെ ഇത് ഒരു പരിവർത്തിതമാക്കാം, പരിഷ്കരിക്കപ്പെടാം, പ്രേക്ഷകൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ പങ്കാളികളാവും. നിങ്ങൾ പങ്കാളിയാണ്, പ്രധാന പങ്കാളിയാണ്. തീർച്ചയായിട്ടും സാർ അതിൻ്റെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിൻ്റെ വിഷയങ്ങൾ തന്നെ സാർ ആ നാടകത്തിൻ്റെ വിഷയങ്ങൾ തന്നെ പറയുമ്പോഴും ഇവിടെ അജയ് സാറിന് പറഞ്ഞതുപോലെ ഈ പുതിയ തലമുറ വരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിഷയം തിരഞ്ഞെടുക്കണമെന്നൊരാൾ പറഞ്ഞ സന്ദേശത്തെ കുറിച്ച് സാറ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ ഷക്കീർ സാർ എന്നോട് പറഞ്ഞതിലൊക്കെ ജീവിതത്തിൻ്റെ ഏത് കോണിൽ നിന്ന് നോക്കുമ്പോഴും നമ്മളിനിപ്പോൾ ഏത് വലിയ കാലം പിന്നിടുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യ ജീവിതത്തിന് ഒരു കഥയേ ഉണ്ടാവൂ എന്നുള്ളതാണ്. ഷക്കീർ സാറ് പലപ്പോഴും അരങ്ങത്ത് അവതരിപ്പിച്ചിട്ടുള്ള നാടകങ്ങളൊക്കെ കാണുമ്പോൾ ആ നാടകങ്ങളിലൊക്കെ ചെറുതും വലുതുമായി എൻ്റെയും എൻ്റെ അയൽവക്കത്തെയും വീടുകളിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ വലിയ സംഭവങ്ങളായി മാറുന്നതും അതിൻ്റെ ദുരന്തങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അത് കോവിഡ് കാലത്ത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന മഹാരോഗത്തെക്കുറിച്ച് WHO പറഞ്ഞിരിക്കുന്നു. ആ കാലത്തും ഈ സംഭവങ്ങൾ, ഈ മനുഷ്യൻ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, ട്രാമ ഈസ് എസെൻഷ്യലി എ കോൺഫ്ലിക്റ്റ് എന്നാണ് ബർണാഷ നാടകത്തെ ഏറ്റവും ചുരുക്കി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഏറ്റവും ചുരുക്കി നാടകത്തെക്കുറിച്ച് എന്ത് പറയാമെന്ന് ചോദിച്ചപ്പോൾ ഷാ പറഞ്ഞു, ഡ്രാമ ഈസ് എസെൻഷ്യലി എ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്ട്സ് ഇല്ലാതെ നാടകം ഉണ്ടാവില്ല. തീർച്ചയായും ആ സംഘർഷമാണ് നമ്മുടെ നാടകം എന്ന് പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഷേക്സ്പിയറിന്റെ ജീവിതം നാടകമാക്കിയപ്പോൾ എത്ര വേദികളിലാണ് ആ നാടകം അവതരിപ്പിച്ചിരുന്നത്? തീർച്ചയായിട്ടും അത് പിന്നെ സൗവർണിക അവതരിപ്പിച്ച അശോക് ശശിമാർ എഴുതിയ നാടകം അതിഗംഭീരമായ നാടകമായിരുന്നു. പുതിയ തലമുറ നന്നായി സ്വീകരിച്ചു. കാരണം ഷേക്സ്പിയറിന്റെ ജീവിതമാണത് കാണിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരാളിന്റെ ജീവിതമാണ്. പക്ഷെ ഇന്നത്തെ ജീവിതവുമായി യാതൊരു വ്യത്യാസവും അതിലില്ല. നമ്മുടെയൊക്കെ ജീവിതം ആയി ഇഴചേർന്ന് കിടക്കുന്ന ജീവിതമാണ്. മറ്റൊരു ലോകത്ത്, അല്ല മറ്റൊരു രാജ്യത്ത്, മറ്റൊരു സംസ്കാരത്തിൽ നിന്ന്. പക്ഷെ മറ്റൊന്നായി അവതരിപ്പിച്ചപ്പോഴും സംഭവിച്ചത് എന്താ? നമ്മുടെ വേദന തന്നെയാണ് അവരുടെയും വേദനയായി നമുക്ക് തോന്നിയത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അനന്തരാവകാശി പോലും ഇവിടെ പുനർ അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അനന്തരാവകാശി സാർ പറഞ്ഞുള്ള 90കളിൽ സഫ്ദർ മരിക്കുമ്പോഴാണ് എങ്കിൽ ഇപ്പോഴും പ്രൊഫസർ കൽബുർക്കിയും പിന്നെ നരേന്ദ്ര ദബോൾക്കറും ഇതേ സാഹചര്യത്തിൽ മരിക്കപ്പെട്ടിരിക്കുന്നു. ഗൗരി ലങ്കേഷ് തീർച്ചയായും അതിലെ പിന്നെ ഗൗരി ലങ്കേഷ് ഈ തരത്തിൽ കൊല്ലപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് നമ്മൾ പഠിപ്പിക്കുന്നുവോ അത്രയൊന്നും തന്നെ പ്രേക്ഷകരിലേക്ക് വിന്യസിക്കപ്പെടുന്നില്ല. അരങ്ങിൽ നിന്ന് പ്രേക്ഷകനിലേക്ക് വിന്യസിക്കപ്പെടുന്ന ജീവിത സംഘർഷങ്ങളുടെ ആകത്തുകയാണ് നാടകം. പിന്നെ ഈ കാഴ്ചക്കാരുടെ എണ്ണം കുറയുന്നു എന്ന സാറിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് ഒരു ചെറിയ കൂട്ടിച്ചേർക്കലുള്ളത്. യോജിപ്പ് എന്നുള്ളതല്ല. നാടകം, കവിത, സാഹിത്യ രൂപത്തിൽ കവിതയാണ് ലോകത്തെ ഏറ്റവും കുറച്ച് ആളുകൾ ആസ്വദിക്കുന്ന ഒരു കലാരൂപം. ഒരിക്കൽ പോലും ഒരു സിനിമാ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം നമ്മൾ നാടകത്തിൽ പ്രതീക്ഷിക്കേണ്ട. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ, കോവിഡിന് മുമ്പുള്ള കാലങ്ങളിൽ തോന്നിയത് നാടകത്തിൻ്റെ നല്ല കാലമായിരുന്നു എന്നുള്ളതാണ്. 100-200 ആളുകളായിരിക്കും ചിലപ്പോൾ മിക്കവാറും നാടകങ്ങൾ കാണാൻ വരുന്നത്. പക്ഷെ ആ കാണാൻ വരുന്നവർ നാടകം കാണാനുള്ള ആഗ്രഹത്തോടെ വരുന്നവരാണ്. അതുകൊണ്ട് സദസ്സ് കുറഞ്ഞുപോയി എന്നത് നാടകത്തിൻ്റെ ഒരു അപജയമായി തോന്നേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞ വർഷം നാടക മേള ഉണ്ടായിരുന്ന സമയത്തും 1000-ഓളം ആളുകൾ നാടകം കാണാൻ വരും. കൃത്യമായി ഒരു 500-ലധികം ആളുകൾ ആദ്യം വന്നിരിക്കുകയും പിന്നെ നാടകം തുടങ്ങിക്കഴിയുമ്പോഴേക്ക് ഒരു 1000-ഓളം ആളുകൾ വന്നെത്തിച്ചേരുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് നാടകത്തിന് സദസ്സുണ്ട്. ഈ കുട്ടികളില്ല എന്നുള്ളത്, കുട്ടികൾ വരില്ല എന്നുള്ളത് ഞാൻ അടിസ്ഥാനപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഈ പഠന വിഷയവുമായി, അവരുടെ വീട്ടിലെ ആളുകളുടെ കുറവും
വീട്ടിലെ ആള് വേണമല്ലോ. ആളുകൾ കുറവാണ്, കുടുംബമാണ്. അത് സാറ് പറഞ്ഞ വളരെ വലിയൊരു ഒന്നും രണ്ടും ആളുകളെ ഉള്ളൂ വീട്ടിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി നാളെ എപ്പോഴും പരീക്ഷയും എപ്പോഴും പഠിക്കേണ്ടുന്ന സാഹചര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ടാണ് അവർ നാടകം കാണാൻ വരാത്തത്. അവർ സിനിമ കാണാൻ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും അതുമില്ല. അത് അവർ ചാനലിൽ കൂടി കാണുന്നതാണ്. അത്രേ ഉള്ളൂ. അത് വേറൊരു സത്യമാണ്. അത് സത്യമാണ്. പിന്നെ വേറൊരു വിഷയം വന്നിട്ടുള്ളത് സാർ, ഈ പുതിയ തലമുറയ്ക്ക് സിനിമാ നടനും പ്രമുഖനായ നാടക പ്രവർത്തകനായ ജോഷിമാത്തി സാർ ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത്, എല്ലാ കുട്ടികളും ഇപ്പോൾ ടെക്നോളജിയിൽ അഭിരമിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാം സിനിമ എടുക്കുന്നുണ്ട്, അവരെല്ലാം പിന്നെ ടെലിഫിലിം എടുക്കുന്നുണ്ട്. കാരണം വളരെ എളുപ്പത്തിൽ കയ്യിരിക്കുന്ന മൊബൈൽ കൊണ്ടൊരു സിനിമ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു സീരീസ് ഉണ്ടാക്കാം. പക്ഷെ ഒരു നാടകം ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസമായതുകൊണ്ട് ഒരു കുട്ടിയും അതിന് തയ്യാറാവുന്നില്ല. ആരും ഒരു രക്ഷകർത്താവും അതിനവരെ ജീവിതം പൂർണ്ണമായി ജീവിച്ച് തീർക്കുന്നത് പോലെ തന്നെയാണ് നാടകം ഉണ്ടാക്കിയെടുക്കുക. ഒരു നാടകം അരങ്ങിൽ എത്ര ജീവിതങ്ങളാണ് അരങ്ങിൽ വിരിയുന്നത്. തുടങ്ങി ഒടുങ്ങുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു വൈദഗ്ധ്യം വേണം അതിന്. തീർച്ചയായിട്ടും. എവിടെയും ജീവിതമൊന്നും, ഇപ്പോൾ ജോസ് സാറൊക്കെ ഗൾഫ് ഡയറി പോലുള്ള നാടകങ്ങളൊക്കെ എഴുതുമ്പോൾ ജീവിതം എവിടെയും ഉണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്നവരോട് കാണിക്കുകയാണ്. ജീവിതത്തിൻ്റെ സങ്കീർണതകൾ അത് ഇനി കോവിഡാനന്തര കാലഘട്ടത്തിലും ആ തരത്തിൽ ഏത് പാട്ടാണ് ഓർമ്മയുള്ളത്? ഒരു നാടകത്തിലെ ഒരു പാട്ടുകളൊക്കെ പാടുക സാറേ, സംഗീതത്തിൻ്റെയൊക്കെ അകമ്പടിയിൽ വേണം. ഒരു കവിത ചൊല്ലട്ടെ. തീർച്ചയായിട്ടും. അമ്മയെക്കുറിച്ചൊരു കവിത ഞാൻ എഴുതി, അമ്മക്കിളി എന്ന കവിത ചൊല്ലാം. കാരണം അവയാർന്ന കവയത്രി നൂറ്റാണ്ടുകൾക്കപ്പുറം പറഞ്ഞ ഒരു വാചകം, അമ്മ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് ആഹാരത്തിൻ്റെ രുചി നഷ്ടപ്പെടുന്നു, അച്ഛൻ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് അയാളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു. അമ്മ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് ആഹാരത്തിൻ്റെ രുചി നഷ്ടപ്പെടുന്നു, അച്ഛൻ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു, കൂടപ്പിറപ്പ് നഷ്ടപ്പെടുന്ന ആൾക്ക് ആശ്രയം നഷ്ടപ്പെടുന്നു, സുഹൃത്ത് നഷ്ടപ്പെടുന്നയാൾക്ക് അഭയം നഷ്ടപ്പെടുന്നു, ഭാര്യ നഷ്ടപ്പെടുന്നയാൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടുന്നു. കുടുംബജീവിതത്തെക്കുറിച്ച് ഒരിക്കലും കുടുംബജീവിതം നയിക്കാത്ത അവയാറിൻ്റെ മനോഹരമായ സങ്കല്പമാണ്. ആ സങ്കല്പം പുതിയ തലമുറ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എൻ്റെ തലമുറ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്കറിയില്ല. നേരത്തെ സാർ ആ വിഷയമായിട്ട് ഒക്കെ പറഞ്ഞ ദീർഘമായ തരാം. ഞാൻ ഈ കവിത ഒരു അമ്മയെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. സ്വന്തം വീട്ടിൽ 80 വയസ്സെടുക്കുമ്പോഴും 77 വയസ്സ് പ്രായത്തിലാണ് ഈ അമ്മയെക്കുറിച്ച് കൈരളിയിൽ ഞാനൊരു ചാനലിലൊരു വാർത്ത കേൾക്കുന്നത്. കിളികൾക്ക് കൂട്ടിരിക്കുന്ന ഒരമ്മ, 2 മക്കൾ ഉന്നതമായ നിലയിൽ കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും ഒക്കെ കഴിയുമ്പോഴും 12 വയസ്സ് മുതൽ തുരുത്തായ വീട്ടിൽ 3 ഭാഗവും വെള്ളം നിറഞ്ഞ കായലിൻ്റെ തീരത്തേക്ക് ഉന്തി നിൽക്കുന്ന ഒരു തുരുത്തുപുറത്തെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അമ്മയെക്കുറിച്ച്. അമ്മ അവിടെ വിട്ടുപോകാത്തതിൻ്റെ കാരണം ദേശാടന കിളികൾ തുടർച്ചയായി വരുന്നതുകൊണ്ട് അവർക്ക് കൂട്ടിരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുക. മറ്റൊന്ന്, ഒരു തവണ മാത്രം ഈ അമ്മ അവിടെ നിന്ന് പോയപ്പോഴേക്കും, ആ വീട് വിട്ട് പുറത്തു പോയപ്പോഴേക്കും ആ അമ്മയുടെ വീട്ടിലെ കിളികളെ ഇറച്ചിക്ക് വേണ്ടി വെടിവെക്കുവാൻ ആളുകൾ വന്നുവെന്ന് അറിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചു വന്ന അമ്മയാണ്. ഈ അമ്മ മരിച്ചുപോയി. അപ്പോൾ വീണ്ടും ചാനൽ ആ വാർത്ത കാണിച്ചിരുന്നു. അമ്മക്കിളി എന്നാണ് ഞാൻ ഈ ചൊല്ലുന്ന ഈ കവിതയുടെ പേര്. ലോകത്തിൻ്റെ മാതൃത്വത്തിന് ഒരിക്കലും അനാഥത്വം സങ്കല്പിക്കാതെ ഒരു മനുഷ്യനും അനാഥനായി പോകാതിരിക്കുവാൻ കൂടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഈ കവിത. മക്കളെല്ലാം എവിടെയാണ്, മക്കളെല്ലാം മരക്കൊമ്പിൽ, മക്കളാരും അരികിലില്ലേ, മക്കളെല്ലാം മരക്കൊമ്പിൽ. മക്കളെല്ലാം എവിടെയാണ്, മക്കളെല്ലാം മരക്കൊമ്പിൽ, മക്കളാരും അരികിലില്ലേ, മക്കളെല്ലാം മരക്കൊമ്പിൽ. മുള്ളുവേലിപ്പടർപ്പുള്ള നടവഴിക്കുമപ്പുറത്തെ കാട്ടുചെമ്പകമരച്ചോട്ടിൽ മകനുണ്ടല്ലോ. പാട്ടുപാടും കിളിപ്പെണ്ണിനു കാവളം കിളിക്കൂട്ടുകാരി, വീട്ടുമുറ്റത്തോടിയെത്തും നാട്ടുമൈന പെണ്ണിനുണ്ടേ രാവു പകലൊരു കൂട്ടുകാരൻ നാണമില്ലാത്തൊൻ, രാവു പകലൊരു കൂട്ടുകാരൻ നാണമില്ലാത്തൊൻ. നാടുകാണിപ്പാറ നോക്കി പറന്നെങ്ങോ പോയി മറഞ്ഞും വീണ്ടും എത്തിക്കലമ്പുന്നു കരിയിലക്കിളികൾ.
നാടു കാണിപ്പാറ നോക്കി പറന്നെങ്ങോ പോയി മറഞ്ഞും വീണ്ടും എത്തിക്കലമ്പുന്നു കരിയിലക്കിളികൾ. മക്കളെല്ലാം ഇവരാണ് മാറി മാറി വന്നു നോക്കും മരക്കൊമ്പിൽ കാവലുണ്ട് മിഴിയടയ്ക്കാതെ. അക്ഷരത്തിൻ ചിറകിലേറി അകലെയെങ്ങോ പോയി മറഞ്ഞു അറിവുറച്ച മക്കളെല്ലാം അന്നവും തേടി. അക്ഷരത്തിൻ ചിറകിലേറി അകലെയെങ്ങോ പോയി മറഞ്ഞു അറിവുറച്ച മക്കളെല്ലാം അന്നവും തേടി. പൂമുഖത്തു ചിലമ്പുന്ന ഫോണിലൂടെ തേടിയെത്തും സ്നേഹമുള്ള വാക്കിലോർമ്മ പൂക്കൾ വിടരുന്നു. പൂമുഖത്തു ചിലമ്പുന്ന ഫോണിലൂടെ തേടിയെത്തും സ്നേഹമുള്ള വാക്കിലോർമ്മ പൂക്കൾ വിടരുന്നു. കണ്ണു നിറയെ കാണുവാനും ഉണ്ടുകൂടെ ഉറങ്ങാനും ഓണമാകും നാളിലൊന്നു വന്നു പോകാതെ. കണ്ണു നിറയെ കാണുവാനും ഉണ്ടുകൂടെ ഉറങ്ങാനും ഓണമാകും നാളിലൊന്നു വന്നു പോകാതെ. നല്ലോണമാകും നാളിലൊന്നു വന്നു പോകാതെ. മക്കളെല്ലാം വിളിക്കുന്നു മതിയമ്മേ സാഹസങ്ങൾ. മരക്കൊമ്പിൽ നോക്കിയമ്മ എത്ര നാൾ കഴിയും. മരക്കൊമ്പിൽ നോക്കിയമ്മ എത്ര നാൾ കഴിയും. മക്കളെല്ലാം വിളിക്കുന്നു മതിയമ്മേ സാഹസങ്ങൾ. മരക്കൊമ്പിൽ നോക്കിയമ്മ എത്ര നാൾ കഴിയും. മരക്കൊമ്പിൽ നോക്കിയമ്മ എത്ര നാൾ കഴിയും. മധുമാസത്തേരിലെത്തും മാധവം പോൽ മനസ്സിലപ്പോൾ. മധുമാസത്തേരിലെത്തും മാധവം പോൽ മനസ്സിലപ്പോൾ മരച്ചില്ലകൾ ചിലമ്പുന്നു കിളിക്കൊഞ്ചലുകൾ. മരച്ചില്ലകൾ ചിലമ്പുന്നു കിളിക്കൊഞ്ചലുകൾ. അമ്മയെങ്ങും പോയിടേണ്ട അങ്കണത്തിൽ കൂട്ടിരിക്കാൻ കന്നിവയിലും മഴപ്പാട്ടും ഞങ്ങളും പോരേ. അമ്മയെങ്ങും പോയിടേണ്ട അങ്കണത്തിൽ കൂട്ടിരിക്കാൻ കന്നിവയിലും മഴപ്പാട്ടും ഞങ്ങളും പോരേ. കന്നിവയിലും മഴപ്പാട്ടും ഞങ്ങളും പോരേ. മക്കളെല്ലാം ഇവരാണ് മാറി മാറി വന്നു നോക്കും മരക്കൊമ്പിൽ കാവലുണ്ട് മിഴിയടയ്ക്കാതെ. മരക്കൊമ്പിൽ കാവലുണ്ട് മിഴിയടയ്ക്കാതെ. തീർച്ചയായിട്ടും സന്തോഷം. സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും കൂടി നാടകമെന്ന മനുഷ്യ സമൂഹം ഉള്ളിടത്തോളം കാലമുള്ള ലോകത്തെ ഏറ്റവും ശക്തമായ കലാപ്രസ്ഥാനത്തെ, മനുഷ്യനോട് നേരിട്ട് സംവദിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥിരം തിയേറ്ററുകൾക്ക് വേണ്ടി കഴിയുന്ന വിധത്തിൽ അതാതിടങ്ങളിൽ അതാത് പ്രദേശത്തിൻ്റെ പരിമിതികൾ, സാമ്പത്തിക പരിമിതിയായാൽ അങ്ങനെ എന്ത് പരിമിതിയാണെങ്കിലും ആ പരിമിതിക്കിടയിൽ ഒറ്റയാൾ നാടകമെങ്കിലും അവതരിപ്പിക്കുന്ന വിധത്തിൽ ഒരു സ്ഥിരം നാടകവേദി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാടക പ്രവർത്തകരോട് അപേക്ഷിക്കാനുള്ളത്. നാടകത്തെ പ്രൊഫഷണൽ നാടകം എന്നോ അല്ലെങ്കിൽ അമച്ചർ നാടകമെന്നോ ഒന്നും വിവക്ഷിക്കാതെ നാടകം എന്നത് മാത്രം വിവക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തമായ നാടക പ്രവർത്തനങ്ങളും നാടകത്തിൻ്റെ ആഴവും ഉണ്ടാകാൻ കഴിയുമെന്ന് ഞാൻ ഇതൊന്നും യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഗുരുനാഥന്മാരോട്, ഷക്കീർ സാറിനോട്, ജോസേട്ടനോട് ഒക്കെ നന്ദി പറയുന്നു. കേട്ടിരുന്നവരോടും സത്യസന്ധമായി നന്ദി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ SS നന്ദസഭ ന്യൂസ് ഓഫ് തിയേറ്ററിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഷക്കീർ സാറിന് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് സാറ് ടെക്സ്റ്റ് മെസ്സേജായിട്ട് നാളെ മറുപടി കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊക്കെ കിട്ടാവുന്ന മറുപടികൾ നോക്കാം. അപ്പോൾ എൻ്റെ സ്വപ്നം ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു പെർമനൻറ്റ് തിയേറ്റർ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഏതിടത്തും ഒരു തിയേറ്റർ ഉണ്ടാക്കാം നമുക്ക്. അത് ആ തിയേറ്ററിൽ ആഴ്ചയിൽ ഒരു നാടകം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 നാടകം ആളുകൾ വന്ന് കാണട്ടെ. 1 രൂപയെങ്കിലും വാങ്ങാതെ നാടകം അവതരിപ്പിക്കാൻ പാടില്ല, നാടകം കാണിക്കാൻ പാടില്ലെന്ന വിശ്വാസക്കാരനാണ് ഞാൻ ഇപ്പോൾ. കാരണം ഈ നാടുനീളെ നടന്ന് കാണിച്ചതൊക്കെ തന്നെ അത് ശരിയല്ല. അതൊന്ന് തിരികെ കൊണ്ടുവരണം. ഇപ്പോഴത്തെ നാടകം ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്.
ഞങ്ങൾ നടനസഭയുടെ ഈ ലൈവ് പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ 40 ദിവസത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു പ്രധാന ആവശ്യം തന്നെയായിരുന്നു തിയേറ്റർ ഉണ്ടാകുക, നാടക തിയേറ്ററുകൾ ഉണ്ടാകുക, അവിടെ നാടകം അവതരിപ്പിക്കുക. പക്ഷേ ഇപ്പോഴും അത് ആര് എങ്ങനെ എന്നുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു തോട്ട് അത് വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണെന്നുള്ളത് അടിവരയിട്ട് ഷക്കീർ സാറും പറയുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് 100 ദിനം 100 പ്രതിഭകൾ എന്ന് പറഞ്ഞ പരിപാടിയിൽ നമ്മൾ നടത്തിയ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ഇത്തരം വിഷയങ്ങൾക്ക് ഒരു സബലീകരണം ഉണ്ടാക്കാനുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. അതിനുവേണ്ടി നടനസഭ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര, നമസ്കാരം.